വമ്പൻ ക്യാഷ് ബാക്ക് ഓഫറാണ് കേട്ടോ ഭീം ആപ്പിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആദ്യം UPI ട്രാൻസാക്ഷൻ നടത്താൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് NCPIയുടെ ഭീം ആപ്പ് ആയിരുന്നില്ലേ? പക്ഷേ കൂടുതൽ ഫീച്ചേഴ്സ് മറ്റ് ആപ്പുകളിൽ വന്നതോടെ എല്ലാവരും ജിപേയും ഫോൺപേയും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അതിലൊക്കെ ക്യാഷ് ബാക്കും ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നതിനൊക്കെ ഓഫറുമില്ല, കൺവീനിയൻസ് ചാർജ് എടുക്കാനും തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഓഫറും ക്യാഷ് ബാക്കുമായി നമ്മുടെ ഭീം ആപ്പ് തിരിച്ചു വരുന്നത്. അതും ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട്. നമുക്കൊന്ന് നോക്കാം. പുതിയ അപ്ഡേഷൻ ആയപ്പോൾ ഇങ്ങനെയാണ് ഭീമിന്റെ ഇന്റർഫേസ് കേട്ടോ. കുറച്ച് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഭീമിൽ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് നോക്കാം. താഴെ കാണുന്ന ഓഫേഴ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. കണ്ടോ ഇവിടെ കാണിക്കുന്ന ഓരോ ഓഫേഴ്സ്. ഇത് കണ്ടാൽ ജിപേയും ഫോൺപേയും ഒന്നും ഇനി ഉപയോഗിക്കില്ല. മൊബൈൽ റീചാർജ്, ഫാസ്ടാഗ്, റെഫറൽ ഓഫർ, ക്രെഡിറ്റ് കാർഡ് ബില്ല്, സ്വിഗ്ഗി, സൊമാറ്റോ, അങ്ങനെ കുറേ ഓഫേഴ്സാണ് ഇവിടെ കാണുന്നത്. അത് മുഴുവനും ക്യാഷ് ബാക്ക് ഓഫറുമാണ്, അല്ലാതെ കൂപ്പണോ മറ്റ് ഓഫേഴ്സോ ഒന്നുമല്ല. നമുക്കൊന്ന് ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെന്റ് ചെയ്ത് നോക്കിയാലോ. ബില്ല് ആൻഡ് റീചാർജ് ഓപ്ഷൻ എടുക്കുക. അതിൽ ഇലക്ട്രിസിറ്റി ഓപ്ഷൻ തുറന്ന് KCB സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺസ്യൂമർ നമ്പർ ചേർത്ത് എത്രയാണ് ബില്ലെന്ന് നോക്കുക. ഇനി പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ പേയ്മെന്റ് കഴിഞ്ഞു. ക്യാഷ് ബാക്ക് വന്നു. 10 രൂപയാണ് കിട്ടിയത്. ജിപേയിലും ഫോൺപേയിലും പേയ്മെന്റ് ചെയ്താൽ കൺവീനിയൻസ് ചാർജ് എടുക്കുമ്പോഴാണ് ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഓരോ ഓഫറിനും ഓരോ കണ്ടീഷനുണ്ട് കേട്ടോ. അതുപ്രകാരം പേയ്മെന്റ് ചെയ്താലേ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ മിനിമം 199 രൂപ റീചാർജ് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് ബില്ല് പേയ്മെന്റ് ചെയ്യുമ്പോൾ മിനിമം 1000 രൂപ ചെയ്യണം. അങ്ങനെ ഓരോന്നും. ഭീം ആപ്പ് പ്രൊമോട്ട് ചെയ്യാനാണ് NCPI ഈ ക്യാഷ് ഓഫർ ഇപ്പോൾ തരുന്നത്. അതിന് ഗുണവുമുണ്ട്. യൂസേഴ്സ് 3 ഇരട്ടിയാണ് പുതിയ അപ്ഡേഷൻ വന്നതോടെ കൂടിയത്. ക്യാഷ് ബാക്ക് ഓഫർ അല്ലേ, എന്തിനാ ഒഴിവാക്കുന്നത്? അതും NCPIയുടെ ഭീം ആപ്പ്. ധൈര്യത്തോടെ ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.